പ്രിയമുള്ളവരെ, ഇന്നലെ രാവിലെയോടുകൂടി നമ്മുടെ പൂഞ്ഞാർ ക്ലോസറ്റ് PC ജോർജിന്റെ ഒരു പ്രസ്താവന മാധ്യമങ്ങൾ ഫ്ലാഷ് ന്യൂസായി കാണിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിലെ എരുമേലി എന്ന സ്ഥലത്ത് BJPയുടെ ഏതോ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത് തനിക്ക് പൂഞ്ഞാർ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ താൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ BJP തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി 4.5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ബൂത്തിൽ 31,000 രൂപ വെച്ച്. പക്ഷേ താൻ പ്രതീക്ഷിച്ച ചില ബൂത്തുകളിൽ തനിക്ക് പ്രതീക്ഷിച്ച അത്ര വോട്ട് കിട്ടിയില്ല. താൻ ലീഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഒരു ബൂത്തിൽ തനിക്ക് 50-ൽ താഴെ വോട്ടുകളാണ് കിട്ടിയത്. അപ്പോൾ താൻ ആ ബൂത്ത് പ്രസിഡന്റിനെ, BJPയുടെ ബൂത്ത് പ്രസിഡന്റിനെ വിളിച്ചു ചോദിച്ചു, തനിക്ക് 31,000 രൂപ തന്നില്ലേ, താൻ പ്രവർത്തനമൊന്നും നടത്തിയില്ലേ, തനിക്ക് പിന്നെ എന്താണ് എനിക്ക് അവിടെ 50-ൽ താഴെ വോട്ടുകൾ കിട്ടിയതെന്ന് PC ജോർജ് BJPയുടെ ബൂത്ത് പ്രസിഡന്റിനോട് ചോദിച്ചു. അപ്പോൾ ബൂത്ത് പ്രസിഡന്റ് പറഞ്ഞു 31,000 രൂപയോ അതൊന്നും തനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ PC ജോർജ് ഈ പണം കൊടുക്കുവാൻ ചുമതലപ്പെടുത്തിയിരുന്ന BJP നേതാവിനെ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞു താൻ ആ പൈസ കൊടുക്കുവാൻ മറന്നുപോയെന്ന്. അതായത് ആ പൈസ BJP നേതാവ് ബൂത്ത് പ്രസിഡന്റിന് കൊടുക്കാതെ ആ പൈസ സ്വന്തം ആവശ്യപ്രകാരം ചിലവാക്കി എന്നാണ് PC ജോർജ് പറയുന്നത്. PC ജോർജ് ഒന്നുകൂടി പറയുന്നുണ്ട്, ആ പൈസ താൻ തിരികെ വാങ്ങിച്ചു, പിന്നെ തൻ്റെ വീട്ടിലൊരു ബൈബിളുണ്ട്, ആ ബൈബിളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്നാണ്. എന്തായാലും PC ജോർജ് പറഞ്ഞതനുസരിച്ച് ഏകദേശം 4.5 കോടിയോളം രൂപ BJP A ക്ലാസ് മണ്ഡലത്തിൽ ചിലവാക്കുന്നു എന്നതാണ്. അപ്പോൾ നമുക്ക് നേമം, കഴക്കൂട്ടം, അതുപോലെ ചാത്തന്നൂർ മുതലായ BJP വിജയിച്ച നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ എത്രത്തോളം പൈസ ചിലവാക്കി എന്ന് നമുക്ക് അനുമാനിക്കാം. പ്രത്യേകിച്ചും ഇപ്പോൾ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളുടെ സ്ഥാപനങ്ങളെയൊക്കെ ഈ പുറത്തുനിന്ന് വരുന്ന പൈസയുടെ പേരിൽ നിയമങ്ങൾ കൊണ്ടുവന്ന് തടയിടാൻ ശ്രമിക്കുന്ന BJPയുടെ ഈ പൈസ എവിടെ നിന്ന് വരുന്നു എന്ന രീതിയിൽ ചർച്ച വരുന്നുണ്ട്. അത് മറ്റൊരു വിഷയം. പക്ഷേ കൃത്യം 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ PC ജോർജ്, ഓന്തിൻ്റെ സ്വഭാവമുള്ള കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയുള്ള PC ജോർജ് അദ്ദേഹത്തിൻ്റെ ഈ സംഭാഷണം വിഴുങ്ങി. അയാൾ ചോദിക്കുന്നത് ഏതെരുമേലി, എന്ത്, ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല, നിങ്ങൾ വെറുതെ പറയുന്നതാണ് എന്ന് ഈ വീഡിയോ സഹിതമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന തെളിവായി നിൽക്കുമ്പോൾ അദ്ദേഹം നിഷേധിക്കുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് അത് വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടല്ല. കാരണം അദ്ദേഹം അങ്ങനെയാണ്, നിമിഷങ്ങൾക്കുള്ളിൽ മാറിയും മറിഞ്ഞും കാലാവസ്ഥാ പ്രവചനം പോലെയാണ്. മഴ പെയ്യാനും പെയ്യാതിരിക്കുവാനും സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ PC ജോർജ്. അദ്ദേഹത്തെ രാഷ്ട്രീയ വേശിയോട് ഉപമിക്കുകയാണ് കുറച്ചുകൂടി ഉത്തമം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്തായാലും കറക്റ്റ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ PC ജോർജ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അത് വെറുതെയാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുന്നു. ഒന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, നരേന്ദ്രമോദി എനിക്ക് പിതാവിനെ പോലെയാണ് എന്ന്. അതൊരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നാക്കിൻ്റെ ഒരു പിഴയായിരിക്കാം. അദ്ദേഹം വിചാരിച്ചത് താൻ രാഷ്ട്രീയ പ്രസ്ഥാനം ഇനി മാറുന്ന ഒരു പ്രശ്നമില്ല, ഞാൻ BJPയിൽ തന്നെ തുടരും, തനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ എന്ന് പറയാനാണ് അദ്ദേഹം ആഗ്രഹിച്ചതെങ്കിലും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എനിക്ക് ഒറ്റ തന്തയേ ഉള്ളൂ, അത് നരേന്ദ്രമോദി ആണ് എന്നാണ്. എന്തായാലും ഈ നരേന്ദ്രമോദിയെ പിതാവിനോട് തുല്യം ഉപമിക്കുന്ന PC ജോർജിൻ്റെ ഒരു 6-7 വർഷം മുമ്പുള്ള വീഡിയോകളൊക്കെ നമുക്കൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. SDPI വിത്ത് PC ജോർജ് എന്നോ അല്ലെങ്കിൽ NDF വിത്ത് PC ജോർജ് എന്നോ ഒക്കെ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. അന്നൊക്കെയും ഈ SDPയുടെ വേദികളിൽ വന്ന് PC ജോർജ് പച്ചയ്ക്ക് നരേന്ദ്രമോദിയെ തെറി വിളിക്കുന്ന വീഡിയോകൾ നമുക്ക് കിട്ടും. SDPയുടെ കൊടി പിടിച്ചു നിൽക്കുന്ന വീഡിയോകൾ കിട്ടും. ഖുറാനും ഹദീസും ഒപ്പം ഫാത്തിയും ഒക്കെ വളരെ കൃത്യമായിട്ട് പള്ളിയിലെ മൂല്യാരെക്കാളും വ്യക്തമായിട്ട് ചൊല്ലുന്ന PC ജോർജിനെയും കിട്ടും. അതായത് PC ജോർജ് എന്ന് പറയുന്നത് അവസരങ്ങൾക്കൊത്ത് നിറം മാറുന്ന രാഷ്ട്രീയ ഓന്തു മാത്രമാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ എന്നതാണ് യാഥാർത്ഥ്യം. അയാളുടെ വ്യത്യസ്തങ്ങളായ പ്രസ്താവനകളും ഒക്കെയും സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇനി ഒരു പക്ഷേ കോട്ടയത്ത് നിന്ന് ലോക്സഭാ സീറ്റ് കോൺഗ്രസ് വാഗ്ദാനം ചെയ്താൽ അയാൾ നാളെ രാഹുൽ ഗാന്ധി തനിക്ക് പിതാവിൻ സമാനമാണ് എന്ന രീതിയിലൊക്കെ പ്രസ്താവന ഇറക്കിയേക്കാം. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് തിരിച്ചറിയുന്നുണ്ട് PC ജോർജിൻ്റെ ഒരു രാഷ്ട്രീയ തന്ത്രവും ഓന്ത് സ്വഭാവവും ഒക്കെ. അതുകൊണ്ട് PC ജോർജിനെ കോൺഗ്രസ് പരിഗണിക്കുവാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പല പല ഖണ്ഡങ്ങൾ ചാടി വരുന്ന ഒരു രാഷ്ട്രീയ സ്വഭാവമാണ് PC ജോർജിനുള്ളത്. KM മാണിയോടൊപ്പം, പിന്നെ അതിനു മുമ്പ് PJ ജോസഫിനോടൊപ്പം, അങ്ങനെ പിന്നെ SDPയ്ക്കൊപ്പം ഒരു മുന്നണി ഉണ്ടാക്കി SDPക്കാരെ പ്രകീർത്തിച്ച് നടന്നു. SDPയുടെ സമരപന്തലുകളിലൊക്കെ നിന്ന് നരേന്ദ്രമോദിയും ഒപ്പം കോൺഗ്രസിനെയും CPMനെയും ഒക്കെ തെറിവിളിച്ചു നിന്നു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ മോഹമുണ്ടായി, BJPയോടൊപ്പം നിന്നാൽ കേന്ദ്രമന്ത്രിയാകാം എന്ന ഒരു തോന്നലുണ്ടായി. അങ്ങനെ ചില വർഗീയപരമായ ചില പ്രസ്താവനകൾ ഉണ്ടാക്കി. കാരണം BJPയെ സംബന്ധിച്ച് അത്തരം പ്രസ്താവനകൾ ആവശ്യമാണ്. രാഷ്ട്രീയമായി അല്പം
ഉയർന്നു പോകുവാൻ അത്തരം പ്രസ്താവനകൾ, പ്രത്യേകിച്ചും ചില ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള പ്രസ്താവനകൾ ബി ജെ പിയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് ഏറ്റവും ഉപയോഗിക്കാവുന്ന ഒരു തന്ത്രമാണ്. അവരുടെ മിക്ക രാഷ്ട്രീയ നേതാക്കന്മാരും അത്തരം തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് ഒന്ന് പയറ്റി നോക്കിയതാണ് പി സി ജോർജ് എന്നതാണ് യാഥാർത്ഥ്യം. അയാളുടെ കൈ കശത്തിരുന്നതും പോയി ഉത്തരത്തിലിരുന്ന് എടുക്കാനും പറ്റില്ല. കാരണം ഒരുപക്ഷെ അത്തരം ഒരു പ്രസ്താവനകൾ നടത്താതിരുന്നുവെങ്കിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പൂഞ്ഞാറിലെ ഒരു സമുദായം അദ്ദേഹത്തെ വീണ്ടും പിന്തുണച്ചേനെ. അദ്ദേഹത്തിന് 2021-ലും 2026-ലും MLA ആയി വിലസാമായിരുന്നു. പക്ഷേ വലിയ മോഹങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം തീവ്രവാദപരമായ പ്രസ്താവനകൾ നടത്തി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം സംഭവിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇനി പി സി ജോർജ് വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. 2021-ൽ വെറും 2000 വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന ബി ജെ പിക്ക് താൻ മത്സരിച്ച അവസരത്തിൽ, അതായത് 2026-ൽ പി സി ജോർജ് മത്സരിക്കുമ്പോൾ വോട്ട് വിഹിതം കൂടിയെന്നാണ്. 36,172 വോട്ട് ഉയർത്തിയെന്നാണ് പി സി ജോർജ് പറയുന്നത്. കാരണം 2021-ൽ ബി ജെ പിക്ക് വെറും 2,965 വോട്ടാണ് പൂഞ്ഞാർ നിയമസഭാ നിയോജകമണ്ഡലത്തിലുണ്ടായിരുന്നത്. അന്ന് ബി ജെ പിക്ക് വേണ്ടി ഘടകകക്ഷിയായ BDJS ആണ് പൂഞ്ഞാറിൽ മത്സരിച്ചത്. പക്ഷേ മറ്റൊരു കാര്യം പി സി ജോർജ് മറച്ചു വയ്ക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അന്ന് 2021-ൽ പി സി ജോർജും ബി ജെ പിയും ഒന്നായിരുന്നില്ല, രണ്ടായിട്ടാണ് മത്സരിച്ചത്. അന്ന് പി സി ജോർജിന് ഏകദേശം 50,207 വോട്ടുകൾ ഉണ്ടായിരുന്നു പൂഞ്ഞാർ നിയമസഭാ മണ്ഡലത്തിൽ. അങ്ങനെയാണെങ്കിൽ 2026-ൽ ബി ജെ പിയുടെ 2,965-ഉം പി സി ജോർജിൻ്റെ 50,207 വോട്ടുകളും കൂട്ടിയോജിപ്പിച്ച് 2026-ൽ പി സി ജോർജിന് കിട്ടേണ്ട വോട്ട്, ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ പി സി ജോർജിന് കിട്ടേണ്ട വോട്ട് 53,000-ആണ്. പക്ഷേ പി സി ജോർജിന് കിട്ടിയ വോട്ട് 36,172 വോട്ടുകൾ മാത്രമാണ്. അതായത് പി സി ജോർജ് ബി ജെ പിയുമായി ചേർന്നിട്ട് പോലും പി സി ജോർജിന് കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് നിലനിർത്തുവാൻ കഴിഞ്ഞില്ല. കുറയുന്ന വോട്ട് 14,000 വോട്ടുകളാണ്. അതായത് പി സി ജോർജിനെ എടുത്തതുകൊണ്ട് ബി ജെ പിക്ക് ഒരു നേട്ടവും ഉണ്ടായില്ല, പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നതുകൊണ്ട് ബി ജെ പിക്കും ഒരു നേട്ടമുണ്ടായില്ല എന്നതാണ് യാഥാർത്ഥ്യം. രണ്ടുപേരുടെയും കഥ പൂഞ്ഞാർ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. അതായത് പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നത് ആ മണ്ഡലത്തിലുള്ള ക്രൈസ്തവ സമുദായ അംഗങ്ങൾ അംഗീകരിച്ചിട്ടില്ല. കാരണം അല്ലെങ്കിൽ അയാൾക്ക് വോട്ട് കിട്ടേണ്ടതാണ്. 50,000-ൽ പരം വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ഒറ്റയ്ക്ക് നിന്ന്, ബി ജെ പിയുടെ ഒന്നും പിന്തുണയില്ലാതെ ഒറ്റയ്ക്ക് നിന്ന് പിടിച്ച ഒരാളാണ് പി സി ജോർജ്. അതിനു മുമ്പ് 2016-ൽ ഒരു പാർട്ടിയുടെയും പിന്തുണയില്ലാതെ മത്സരിച്ചു വിജയിച്ച പാരമ്പര്യമുള്ള പി സി ജോർജ് ആദ്യം ഒരു പ്രത്യേക സമുദായത്തിനെതിരെ തീവ്രവാദഗതം, വർഗീയത കലർന്ന പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ പരാജയപ്പെടുന്നു. രണ്ടാമത് ബി ജെ പിയോടൊപ്പം ചേർന്നതിൻ്റെ പേരിൽ ക്രൈസ്തവ സമുദായവും കൈവിടുന്നു. വെറും 34,000 വോട്ടിലേക്ക് അയാളുടെ വോട്ട് വിഹിതം പൂഞ്ഞാറിൽ കുറയുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് പി സി ജോർജ് എന്ന് പറയുന്ന രാഷ്ട്രീയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തനാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. വീണ്ടും അദ്ദേഹം ചില ഗിമിക്കുകളൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ അത് കേരള സമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്നതും പച്ചയായ യാഥാർത്ഥ്യമാണ്. എന്തായാലും പി സി ജോർജിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അന്ത്യം അത് സംഭവിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി ബി ജെ പിയും അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് സാധ്യതയില്ല. കാരണം അവർ പ്രതീക്ഷിച്ച ഒരു വിജയം പൂഞ്ഞാറിൽ നിന്ന് കൊണ്ടുവരുവാൻ പി സി ജോർജിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, 14,000 വോട്ട് പി സി ജോർജിന് ആ മണ്ഡലത്തിൽ കുറയുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.